ഇന്ന് നല്ല ചിരിച്ച് അയാൾ വന്നു കേട്ടോ. എനിക്കറിയാം അയാൾ എന്തിനാണ്, എന്തെങ്കിലും പണം ചോദിക്കാനാണ്. ഒരു 5-6 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിന് പണം കൊടുത്തിട്ടുണ്ടാവും, വലിയ പൈസയൊന്നുമല്ല. അപ്പോഴൊക്കെ എന്നോട് എൻ്റെ ചില അടുത്തുള്ളവരൊക്കെ പറയും, നിങ്ങളെന്തിനാണ് അയാൾക്ക് പൈസ കൊടുക്കുന്നത്, അയാൾ മദ്യപിച്ച് പൈസ എടുക്കാൻ വേണ്ടിയല്ല എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആ ചിരിച്ചും കളിയും തമാശയൊക്കെ പറഞ്ഞുള്ള വാക്കുകളിൽ ഞാൻ പലപ്പോഴും വീണു പോകും. പക്ഷേ ഇന്ന് ഞാൻ ആൾ വന്നപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റ് പോകാൻ നോക്കി. എന്തെങ്കിലും എഴുന്നേറ്റ് പോകുന്നത്, എനിക്കറിയാം നീ പണം ചോദിക്കാനാണ് വരുന്നത്, ഞാൻ റെഡിയല്ല എന്ന് പറഞ്ഞു. ഞാൻ വെച്ചു, നീ ആൾക്കാരെ പറ്റിക്കുന്നതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് നിനക്ക് സംഭവിച്ചു. നിനക്ക് എന്നെ പറ്റിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നു. ആദ്യം നീ എൻ്റെ അടുത്ത് പണം വാങ്ങിയപ്പോൾ അത് കറക്റ്റ് ടൈമിൽ തരേണ്ടിയിരുന്നു. രണ്ടാമത് വാങ്ങിയപ്പോഴും കറക്റ്റ് ടൈമിന് വേണ്ടിയിരുന്നു. മൂന്നാമത് വാങ്ങിയപ്പോഴും നീ കറക്റ്റ് ടൈമിൽ തരേണ്ടിയിരുന്നു. ഒരു 5-6 പ്രാവശ്യം കറക്റ്റ് ടൈമിൽ തന്നിട്ട് നീ എന്ത് ചെയ്യണം, ഒരു 7-ാം പ്രാവശ്യം ആകുമ്പോഴേക്ക് ഒരു വലിയ ഫണ്ട് വാങ്ങി നീ എന്നിൽ വിശ്വാസത ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, ഞാൻ നിനക്ക് തരുമായിരുന്നു, അപ്പോൾ നിനക്ക് വലിയൊരു ഫണ്ട് അടിച്ചു മാറ്റായിരുന്നു. തമാശ രൂപത്തിലാണെങ്കിലും പറഞ്ഞു. ഇന്നത്തെ ഒരു സ്ഥിതി അങ്ങനെ. നമ്മളിപ്പോൾ ഒരു വലിയൊരു എന്തെങ്കിലും ഒരു മോറിസ് കോയിന് അങ്ങനത്തെ കുറേ പറ്റിക്കുന്ന കമ്പനികളിലല്ലോ. ഇതിനു മുമ്പ് പിന്നെയും കുറേ എണ്ണം വന്നല്ലോ, അങ്ങനെ ഹൈ റിച്ച് അങ്ങനെ പലതും വന്നു. ഇതിലൊക്കെ ഇടുമ്പോഴും എന്താ പറയുക, ആദ്യം അവർ കുറച്ച് ലാഭം തന്ന് നമ്മളെ മോഹിപ്പിക്കും, പിന്നെയും ലാഭം തന്ന് പിന്നെയും മോഹിപ്പിക്കും, പിന്നെയും ലാഭിക്കും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, ഈ കിട്ടിയ ലാഭമെല്ലാം വീണ്ടും അതിലേക്കാട്ട് ഇൻസ്റ്റാൾ ചെയ്യും, അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മളെ പറ്റിച്ച് അവസാനം വലിയൊരു ഫണ്ടായിട്ട് പറ്റിക്കുന്ന ഒരു ശീലം മനുഷ്യൻ്റെ ഹ്യൂമൻ സൈക്കോളജിയിലുണ്ട്. ചില പൊട്ടന്മാരെന്ത് ചെയ്തു, ആദ്യം തന്നെ അങ്ങ് പറ്റിക്കും, പിന്നെ അവർക്ക് അതോടെ ബ്ലോക്കാക്കി കളയും. പലപ്പോഴും ഞാൻ പലർക്കും വായ്പ കൊടുക്കുമ്പോൾ ഒക്കെ എനിക്ക് തിരിച്ചു തരാറില്ല. അപ്പോൾ എന്തൊരു അവസാനം ഞാനൊരു ക്രൈറ്റീരിയ വെച്ചു, ഒരാൾ വായ്പ ചോദിച്ചാൽ മിനിമം ഇത്ര എമൗണ്ടേ കൊടുക്കാവുള്ളൂ. ആ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ അവർ വിളിക്കും, പിന്നെ അവർ ചോദിക്കില്ലല്ലോ. പിന്നെയും ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവസാനം ഒരു നോ പറഞ്ഞതിന് ശേഷം പിന്നെ ജീവിതത്തിൽ അവരെ കണ്ടിട്ടുമില്ല. ഇതൊക്കെ വായ്പ വാങ്ങുന്നതിൻ്റെ ഒരു സൈക്കോളജിയാണ്, മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും വായ്പ നമ്മളൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു സമയത്ത്, ഒരു കറക്റ്റ് സമയത്ത് ഒരു നോ പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇന്ന് ഞാൻ അദ്ദേഹത്തെ വളരെ തമാശ രൂപത്തിലാണ് മാനേജ് ചെയ്തത്. ഇന്നും അല്ല, കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ഞാൻ നോ പറഞ്ഞു, വളരെ തമാശ രൂപത്തിൽ. എന്തപ്പോൾ നിങ്ങൾക്ക് ഈ കഥയെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ആ കഥയാണ് പറഞ്ഞത്. നിങ്ങൾ മറ്റുള്ളവരോടും വായ്പ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ സ്റ്റാഫിൻ്റെ അടുത്തോ ആ ഹോസ്പിറ്റലിൻ്റെ മറ്റ് സ്ഥലങ്ങളിലൊന്നും പോയി വായ്പ വാങ്ങുന്നതൊക്കെ ബ്ലോക്കാക്കുന്ന രീതിയിൽ ഒരു കമൻ്റ് അങ്ങോട്ട് പാസ്സാക്കി കൊടുത്തു. മനസ്സിലായി? ഇതുപോലെ നോ പറയേണ്ട സമയത്ത് കറക്റ്റ് നോ പറഞ്ഞാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിക്കുന്ന ഫണ്ടൊക്കെ ഓരോരുത്തരെങ്കിലും ചാമ്പിക്കൊണ്ടുപോകും, വളരെ കൂളായിട്ട് ചാമ്പിക്കൊണ്ടുപോകും. മനസ്സിലായില്ലേ? ഈ 2025 നമുക്കൊക്കെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നമ്മളൊക്കെ ലക്ഷ്യമാക്കണം. ഓക്കെ, ബൈ.